Hello dear students, welcome to Math Root. My name is Muhammad Shakib. Today we are going to discuss the paper Complex Analysis. Calicut University കീഴിലുള്ള കോളേജുകളിലെ MSc Mathsന്റെ തേർഡ് സെമസ്റ്ററിലുള്ള പേപ്പറാണ് കോംപ്ലക്സ് അനാലിസിസ്. 2020 ഏറ്റവും പുതിയ സിലബസ് പ്രകാരം പുതിയ ടെക്സ്റ്റ് ജോൺ ബി കോൺവേയുടെ ഫങ്ഷൻസ് ഓഫ് വൺ കോംപ്ലക്സ് വേരിയബിൾസ് സെക്കൻഡ് എഡിഷൻ. ഈ ടെക്സ്റ്റാണ് ഏറ്റവും പുതിയ ടെക്സ്റ്റ്. ഓക്കെ, നമുക്ക് 3 മോഡ്യൂൾസ് ആണുള്ളത്. So let's begin with basics. Let's consider a second degree equation ax square plus bx plus c equal to 0. Okay, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടെ b സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം ഈ ഇക്വേഷന് റിയൽ സൊല്യൂഷൻസ് ഉണ്ടാവില്ല. ദർ ഈസ് നോ റിയൽ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ വെൻ ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ലെസ് ദാൻ 0. അതായത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു -1. നമുക്കറിയാം ഏതൊരു റിയൽ നമ്പറിന്റെ സ്ക്വയറും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എന്താണുള്ളത്? എക്സ് സ്ക്വയർ ഈക്വൽ ടു -1. അതായത് ഒരു നമ്പറിന്റെ സ്ക്വയർ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ നമ്പർ ഒരിക്കലും റിയൽ നമ്പർ ആവില്ല. അപ്പോൾ നമ്മൾ ഈ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനെ നമ്മൾ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന നമ്പർ സെറ്റിന്, നമ്പർ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് എടുത്തു. ഇനി നമ്മൾ ഈ റിയൽ നമ്പേഴ്സിന്റെ ഏതൊരു റിയൽ നമ്പറിന്റെ സ്ക്വയറും ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റിയൽ നമ്പറിന്റെ ഈ സിസ്റ്റത്തിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുതിയൊരു നമ്പർ സിസ്റ്റം കൊണ്ടുവന്നു. ആ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇനി നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ്, എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ, എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 മീൻസ് x square equal to -1. Okay, that means x equal to plus or minus root of -1. ഇനി ഇതിലെ പ്ലസ് റൂട്ട് -1നെ നമ്മൾ ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇതിനെ ജസ്റ്റ് i എന്ന് ഡിനോട്ട് ചെയ്യാം. ഇത് നമ്മൾ അയോട്ട എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് -1നെ നമ്മൾ ജസ്റ്റ് i എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ എഴുതുകയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഐ. അപ്പോൾ എക്സിന്റെ രണ്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഐയും -i ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എ പ്ലസ് IB ഫോമിലുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് a പ്ലസ് IB ആയിരിക്കും, വേർ a ആൻഡ് b ആർ റിയൽ നമ്പേഴ്സ്. ഇവിടുത്തെ എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് i ഈക്വൽ ടു റൂട്ട് ഓഫ് -1. അപ്പോൾ ഇതിലെ എനെ നമ്മൾ പറയുന്ന പേരാണ് റിയൽ പാർട്ട്. ഇതിലെ ബിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയും. ഇമാജിനറി പാർട്ട്. ജനറൽ ആയിട്ട് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് Z എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ Z ഇസ് ഈക്വൽ ടു a പ്ലസ് IB ഫോമിലുള്ള നമ്പേഴ്സിനെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. എ എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ ആൻഡ് ബി ഇസ് ദി ഇമാജിനറി പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ വേർ i ഈക്വൽ ടു റൂട്ട് ഓഫ് -1. ഇത്രയാണ് കോംപ്ലക്സ് നമ്പറിന്റെ ബേസിക്. അതേപോലെ നമ്മൾ മറ്റൊരു രീതിയിൽ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒരു ഓർഡേർഡ് പെയർ AB എന്നുള്ള ഫോമിൽ നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യും, വേർ A ഇസ് ദി റിയൽ പാർട്ട് ആൻഡ് B ഇസ് ദി ഇമാജിനറി പാർട്ട്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 + 3i എന്നുള്ളത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇവിടുത്തെ 2 എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, 3 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. അതേപോലെ 7 - 4i, ഇവിടുത്തെ 7 എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, -4 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ഇപ്പോൾ
ഒരു 5 എന്നുള്ളത് ഇതൊരു റിയൽ നമ്പർ ആണ്. ഓൾസോ എ കോംപ്ലക്സ് നമ്പർ. കാരണം 5നെ നമുക്ക് 5 പ്ലസ് 0i എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, ഈ 5 എന്നുള്ള നമ്പറിന്റെ റിയൽ പാർട്ട് 5 ആണ്, ഇമാജിനറി പാർട്ട് 0 ആണ്. അതേപോലെ 2i എന്നുള്ളത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. കാരണം ഇതിന് നമുക്ക് 0 പ്ലസ് 2i എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 0 എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, 2 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ ഇത്രയാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അഡീഷൻ. നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. z1 = a plus ib, z2 = c plus id. ഓക്കെ, നമുക്ക് കാണേണ്ടത് z1 plus z2 എന്തായിരിക്കും? നമ്മൾ ചെയ്യേണ്ടത് റിയൽ പാർട്ടുകളെ ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ a പ്ലസ് സി പ്ലസ് അതേപോലെ ഇമാജിനറി പാർട്ടുകളെ ജസ്റ്റ് ആഡ് ചെയ്യുക, i ഇൻറ്റു ബി പ്ലസ് ഡി. ഇതായിരിക്കും നമ്മുടെ z1 പ്ലസ് z2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന് നമ്മൾ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുന്നു, ഇമാജിനറി പാർട്ടുകളെ ആഡ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് z1 പ്ലസ് z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന് ആഡ് ചെയ്താൽ എന്തായിരിക്കും? വീണ്ടും കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഓക്കെ, അതേപോലെ z1 പ്ലസ് z2 = z2 പ്ലസ് z1 കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് z1 പ്ലസ് z2 z2 പ്ലസ് z1 എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ z1 പ്ലസ് z2 പ്ലസ് z3 നമുക്ക് z1 പ്ലസ് z2 പ്ലസ് 3 എന്ന രീതിയിൽ എഴുതാം. അതായത് അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ അഡിറ്റീവ് ഐഡന്റിറ്റി എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പറിന്റെയും അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 പ്ലസ് 0i ആയിരിക്കും. അതായത് 0 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതായത് നമ്മൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിനോടും 0 പ്ലസ് 0i ആഡ് ചെയ്താൽ ആ കോംപ്ലക്സ് നമ്പറിന് യാതൊരു ചേഞ്ചും വരില്ല. അത്തരത്തിൽ ചേഞ്ച് വരാത്ത എലമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അതേപോലെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പറിനെ മറ്റേത് കോംപ്ലക്സ് നമ്പറിനോട് ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത് നോക്കുക. അപ്പോൾ a പ്ലസ് ib എന്ന കോംപ്ലക്സ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -a പ്ലസ് i ഓഫ് i ഇൻറ്റു -b ആയിരിക്കും. ഓക്കെ, അപ്പോൾ a പ്ലസ് ibയെ നമ്മൾ -a പ്ലസ് i ഇൻറ്റു -b എന്ന കോംപ്ലക്സ് നമ്പറിനോട് ആഡ് ചെയ്താൽ നമുക്ക് 0 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ കിട്ടും. അപ്പോൾ a പ്ലസ് ibയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -a പ്ലസ് i ഇൻറ്റു -b ആയിരിക്കും. ഇത്രയാണ് അഡീഷനുള്ള കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. z1 = a പ്ലസ് ib, z2 = c പ്ലസ് id. z1 ഇൻറ്റു z2 എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് a ഇൻറ്റു സി പ്ലസ് a ഇൻറ്റു id പ്ലസ് i ഇൻറ്റു ബി സി, പിന്നെ ഇവിടെ i സ്ക്വയർ ഇൻറ്റു ബി ഡി എന്ന് വരും. നമുക്കറിയാം i സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -bd. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എ സി മൈനസ് ബി ഡി പ്ലസ് i ഇൻറ്റു എ ഡി പ്ലസ് ബി സി. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇനി എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. z1 ഇൻറ്റു z2 വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതേപോലെ z1 ഇൻറ്റു z2 = z2 ഇൻറ്റു z1. അതേപോലെ z1 ഇൻറ്റു z2 ഇൻറ്റു z3യും z1 ഇൻറ്റു z2 ഇൻറ്റു z3യും ഈക്വൽ ആയിരിക്കും. അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ z = a പ്ലസ് ib എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് a ബൈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് i ഇൻറ്റു -b/a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അതായത് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതായിരിക്കും. അതായത് ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് a ബൈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -b/a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മൾട്ടിപ്ലിക്കേഷനിലെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് മീൻസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 0i ആയിരിക്കും ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് i. i raised to 1, അതായത്
റൂട്ട് ഓഫ് -1. അതിനെ ജസ്റ്റ് ഐ എന്ന് തന്നെ നമുക്ക് പറയാം. ഐ സ്ക്വയർ റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് -1, ദാറ്റ് ഈസ് root of -1 whole square, that is equal to -1. That means I square equal to -1. I cube equal to I square into I. I square means -1. Okay. Into I means -I. That means I cube equal to -I. I raised to 4 നമുക്ക് I square into I square എന്ന് എഴുതാം. അതായത് -1 into -1, that is +1. ഇനി നമ്മൾ ഇതാണ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് I. അതായത് I square -1, I cube -I, I raised to 4 1. നമ്മൾ നെക്സ്റ്റ് I raised to 5 എടുക്കുമ്പോൾ I വരും. I raised to 6 എടുക്കുമ്പോൾ -1 വരും. I raised to 7 -I ആയിരിക്കും. I raised to 8 1 ആയിരിക്കും. ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, ഐൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഐൻ്റെ 4 പവേഴ്സ് എന്ന് പറയുന്നത് I, -1, -I ആൻഡ് 1. ഇതാണ് ഐയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 പവേഴ്സ്. ഈ പവേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സെറ്റ് ഇസ് ഇക്വൽ ടു A + IB എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z ബാർ. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് A - IB. അതായത് A + IB എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് Z ബാർ ഇക്വൽ ടു A - IB ആയിരിക്കും. അതായത് റിയൽ പാർട്ട് സെയിം ആയിരിക്കും, ഇമാജിനറി പാർട്ട് ജസ്റ്റ് നെഗറ്റീവ് ആവും. അതായത് ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു കോംപ്ലക്സ് നമ്പർ AB ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ Z ബാർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്കറിയാം A - B. അതായത് നമ്മൾ ജസ്റ്റ് ലെങ്ത് A അതേപോലെ -B. ഓക്കെ, അപ്പോൾ സെറ്റിൻ്റെ കോൺജുഗേറ്റ് Z ബാർ എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡിറക്ഷൻ മാറും, പക്ഷേ ഇതിൻ്റെ ലെങ്ത്, ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ലെങ്ത് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഓക്കെ, ഇതാണ് ജിയോമെട്രിക്കൽ ഐഡിയ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന Z A + IBയുടെ കോൺജുഗേറ്റ് Z ബാർ ഇക്വൽ ടു A - IB ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നമ്മുടെ കയ്യിലൊരു കോംപ്ലക്സ് നമ്പർ Z ഇക്വൽ ടു A + IB ഉണ്ട്. ഇനി ഇതിൻ്റെ മോഡുലസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ നൊട്ടേഷനാണ്. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ജിയോമെട്രിക്കൽ ഐഡിയ എന്താണെന്ന് വെച്ചാൽ വി ഹാവ് എ കോംപ്ലക്സ് നമ്പർ Z ഇസ് ഈക്വൽ ടു AB. ഓക്കെ, ഇനി ഈ കോംപ്ലക്സ് നമ്പർ Z ഇസ് ഈക്വൽ ടു ABയുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒറിജിൻ 0 0യിൽ നിന്ന് ABയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡ് Z എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് A - 0 ഹോൾ സ്ക്വയർ പ്ലസ് B - 0 ഹോൾ സ്ക്വയറിനെ നമ്മൾ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് എഴുതുന്നു. അതായത് ഒറിജിൻ 0 0യും ABയും തമ്മിലുള്ള ഈ ലെങ്ത് ആണ് എന്ത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് Z ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് Z ബാർ ഈക്വൽ ടു മോഡ് Z സ്ക്വയർ. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇപ്പോൾ ഒരു A + IB എന്നുള്ള കോംപ്ലക്സ് നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ മോഡുലസ് കൊണ്ട് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ A - IB. ഓക്കെ, A + IB ഇൻറ്റു A - IB. അപ്പോൾ നമുക്ക് കിട്ടുന്നത് A ഇൻറ്റു A സ്ക്വയർ, A ഇൻറ്റു -IB -IAB, I പ്ലസ് I ഇൻറ്റു AB, I ഇൻറ്റു I എന്തായിരിക്കും I സ്ക്വയർ ആയിരിക്കും. I സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 ആണ്. ഓക്കെ, ഇവിടെ വേറൊരു എക്സ്ട്രാ മൈനസ് കൂടി ഉണ്ട്, അപ്പോൾ +1 ആവും. ഓക്കെ, അപ്പോൾ B ഇൻറ്റു B സ്ക്വയർ. ഇവിടെ -IB പ്ലസ് -IAB പ്ലസ് IAB ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഓക്കെ, ഈ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ നമുക്കറിയാം മോഡ് Z എന്ന് പറയുന്നത് റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണ്. അപ്പോൾ മോഡ് Z സ്ക്വയർ ആരായിരിക്കും? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഓക്കെ, അപ്പോൾ A സ്ക്വയർ പ്ലസ് B സ്ക്വയറിനെ മോഡ് Z സ്ക്വയർ എന്ന് എഴുതാം. സോ വി ഹാവ് ദ റിസൾട്ട് Z into Z bar equal to mod Z square. Okay.
നെക്സ്റ്റ് റിസൾട്ട് z ബാർ ഈക്വൽ ടു മോഡ് z സ്ക്വയർ നമുക്കറിയാം. അപ്പോൾ z ഇസ് ഈക്വൽ ടു മോഡ് z സ്ക്വയർ ബൈ z ബാർ, അതായത് 1/z ഈക്വൽ ടു z ബാർ ബൈ മോഡ് z സ്ക്വയർ. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കിട്ടാനുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് z ബാർ ബൈ മോഡ് z സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർമുല. പോളാർ റെപ്രസെൻറ്റേഷൻ. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് z ഇസ് ഈക്വൽ ടു a പ്ലസ് ib. ഓക്കെ, അതിനെ ജസ്റ്റ് ഇവിടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. z is equal to a comma b. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ലെങ്ത് ആണ് എന്ത് എ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഹൈറ്റ് ആണ് എന്ത്, ഈ ഹൈറ്റ് ആണ് എന്ത് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് ആണ് എ, ഈ ലെങ്ത് ആണ് ബി. ഓക്കെ, ഇനി നമുക്കറിയാം 0, 0 മുതൽ എ ബി വരെയുള്ള ലെങ്ത്തിന് നമ്മൾ പറയുന്നത് മോഡ് z എന്നാണ്. അതിന് ജസ്റ്റ് ഒരു r എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ പോസിറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് എക്സ് ആക്സിസും ഈ മോഡ് z = r എന്നുള്ള ഈ ലൈനും തമ്മിലുള്ള ആംഗിളിനെ ജസ്റ്റ് ഒരു തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു a/r ആയിരിക്കും. ഓക്കെ, a/r, അതായത് കോസ് തീറ്റ a ഈക്വൽ ടു r കോസ് തീറ്റ. ഓക്കെ, ദാറ്റ് മീൻസ് a എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് r ഇൻറ്റു കോസ് ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, അതേപോലെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? b ഡിവൈഡ് ബൈ മോഡ് z. ദാറ്റ് മീൻസ് b ഡിവൈഡഡ് ബൈ r. സൈൻ തീറ്റ ഈക്വൽ ടു b/r. That means b equal to r sin theta. Okay. So, നമുക്ക് എന്ത് ചെയ്യാം? z is equal to a plus ib അല്ലെങ്കിൽ z is equal to a, b എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് z is equal to a, b equal to a എന്ന് പറയുന്നത് എന്തായിരിക്കും? r cos theta, b എന്ന് പറയുന്നത് r sin theta. ഈ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയുന്ന പേരാണ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്കറിയാം. പോസിറ്റീവ് എക്സ് ആക്സിസും മോഡ് z = r എന്നുള്ള ഈ ലൈനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഈ തീറ്റയെ നമ്മൾ പറയുന്നത് ആർഗ്യുമെൻ്റ് എന്നാണ്. ഓക്കെ, ആർഗ്യുമെൻ്റ് ഓഫ് z, അതായത് ആർഗ് z ഈക്വൽ ടു തീറ്റ. അതായത് z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഈ ആംഗിളാണ്. ആംഗിൾ ബിറ്റ്വീൻ ദിസ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആൻഡ് ദി ലൈൻ മോഡ് z = r. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം z is equal to a plus ib ആണ്. ദാറ്റ് മീൻസ് a എന്ന് പറയുന്നത് എന്താണ്? r cos theta പ്ലസ് i ഇൻറ്റു b എന്ന് പറയുന്നത് r sin theta. അതായത് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. z is equal to r cos theta, r sin theta, അതായത് ഓർഡേർഡ് പെയർ ഫോം. അതേപോലെ z is equal to a plus ib ഫോമിലാണെങ്കിൽ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. നെക്സ്റ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോമുല, ഡി മോയിവേഴ്സ് ഫോമുല. നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. z is equal to r cos theta പ്ലസ് ഐ സൈൻ തീറ്റ. അതായത് ഇനി z raised to n ന് നമുക്ക് r raised to n ഇൻറ്റു കോസ് n തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ n തീറ്റ എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ ഫോമുലയെ നമ്മൾ പറയുന്ന പേരാണ് ഡി മോയിവേഴ്സ് ഫോമുല. നെക്സ്റ്റ്, nth റൂട്ട് ഓഫ് യൂണിറ്റി. നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ z raised to n equal to 1, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് nth റൂട്ട് ഓഫ് യൂണിറ്റി. അതായത് ഇപ്പോൾ n ന് 2 കൊടുത്താൽ z² equal to 1 ആവുന്ന ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് റൂട്ട് ഓഫ് യൂണിറ്റി.
അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സെറ്റിന് നമുക്ക് എന്ത് ചെയ്യാം പോളാർ ഫോമിൽ എഴുതാൻ പറ്റും. സെറ്റ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, അത് കോംപ്ലക്സ് നമ്പർ സെറ്റിന് നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. ഈ 1ന് നമുക്കറിയാം പോളാർ ഫോമിൽ എഴുതിയാൽ കോസ് 0 പ്ലസ് ഐ സൈൻ 0. കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്. അപ്പോൾ 1ന് നമുക്ക് കോസ് 0 പ്ലസ് ഐ സൈൻ 0 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം, z റൈസ് ടു n ഈക്വൽ ടു 1 റൈസ് ടു n ഫോമിലേക്ക് ഇതിന് എന്ത് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, z റൈസ് ടു n എന്ന് പറഞ്ഞാൽ r റൈസ് ടു n കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റൈസ് ടു n എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് ഡി മോയിവേഴ്സ് ഫോമുല പ്രകാരം z റൈസ് ടു n ഈക്വൽ ടു r റൈസ് ടു n കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ ഈക്വൽ ടു 1 റൈസ് ടു n-നെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് 1 റൈസ് ടു n മീൻസ് 1, അതിനെ കോസ് 0-നെ 2k പൈ പ്ലസ് ഐ സൈൻ 0-നെ സൈൻ 2k പൈ എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളിതിന് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ r റൈസ് ടു n-ന് പകരം ഇവിടെ ഉള്ളത് 1 ആണ്. ഓക്കെ, അതേപോലെ n തീറ്റയ്ക്ക് പകരം ഇവിടെ ഉള്ളത് സം നമ്പർ പ്ലസ് 2k പൈ. ഓക്കെ, അതായത് r റൈസ് ടു n ഈക്വൽ ടു 1 മീൻസ് r ഈക്വൽ ടു 1. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ r എന്ന് പറയുന്നത് ഇവിടെ മോഡുലസ് ആണ്. ദാറ്റ് മീൻസ് കോംപ്ലക്സ് നമ്പറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്. ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസും ആ ലൈനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്, അത് നമ്മളിപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എവിടെയാണെങ്കിൽ ഈ തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് 2k പൈ ബൈ n ആയിരിക്കും. നമ്മൾ ഈ വാല്യൂസ് ഇവിടെ കൊടുത്താൽ നമുക്ക് z ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മീൻസ് 2k പൈ ബൈ n പ്ലസ് ഐ സൈൻ 2k പൈ ബൈ n. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇക്വേഷൻ നമ്പർ 1-ന്റെ nth പവർ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഫോർ എവറി k ഫ്രം 0 1 2 3 എക്സെട്ര n മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്കറിയാം, z ഇസ് ഈക്വൽ ടു കോസ് 2k പൈ ബൈ n പ്ലസ് ഐ സൈൻ 2k പൈ ബൈ n ഫോർ എവറി k ഫ്രം 0 1 2 3 എക്സെട്ര n മൈനസ് 1. നമ്മളിപ്പോൾ സെക്കൻഡ് റൂട്ട് ഓഫ് യൂണിറ്റി കാണണം. അപ്പോൾ n-ന് നമ്മൾ എന്ത് ചെയ്യുക, 2 എന്ന് പുട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ z ഈക്വൽ ടു കോസ് 2k പൈ ബൈ 2 പ്ലസ് ഐ സൈൻ 2k പൈ ബൈ 2. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. കോസ് k പൈ പ്ലസ് ഐ സൈൻ k പൈ. ഓക്കെ, ഫോർ എവറി k ഫ്രം 0 1 2 3 എക്സെട്ര n മൈനസ് 1. അപ്പോൾ ഇതായിരിക്കും സെക്കൻഡ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. z ഇസ് ഈക്വൽ ടു കോസ് k പൈ പ്ലസ് ഐ സൈൻ k പൈ. നെക്സ്റ്റ്, ഹൗ ടു ഫൈൻഡ് എ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. നമുക്കറിയാം nth റൂട്ട് ഓഫ് യൂണിറ്റിയുടെ ഇക്വേഷൻ z ഇസ് ഈക്വൽ ടു കോസ് 2k പൈ ബൈ n പ്ലസ് ഐ സൈൻ 2k പൈ ബൈ n ആണ്, വേർ k വേരീസ് ഫ്രം 0 ടു n മൈനസ് 1. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് z ക്യൂബ് ഈക്വൽ ടു 1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പേഴ്സിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് z ഈക്വൽ ടു 1 റൈസ് ടു 1/3 ആവുന്ന കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മൾ ജസ്റ്റ് ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ n നമ്മൾ എന്ത് ചെയ്യുന്നു, 3 എന്ന് പുട്ട് ചെയ്യുന്നു. അപ്പോൾ z ഇസ് ഈക്വൽ ടു കോസ് 2k പൈ ബൈ 3 പ്ലസ് ഐ സൈൻ 2k പൈ ബൈ 3. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ഇനി നമ്മൾ kക്ക് 0 കൊടുക്കുന്നു. അപ്പോൾ k ഈക്വൽ ടു 0 നമ്മൾ പുട്ട് ചെയ്താൽ കോസ് 2 ഇൻറ്റു 0 ഇൻറ്റു പൈ ബൈ 3, അതായത് 0 എന്ന് കിട്ടും. അപ്പോൾ കോസ് 0 പ്ലസ് ഐ സൈൻ 0. ഓക്കെ, നമുക്ക് കിട്ടുന്നത് കോസ് 0 1 ആണ്, സൈൻ 0 0, സോ 1 എന്ന് കിട്ടും. അപ്പോൾ ഒരു നമ്പർ എന്ന് പറയുന്നത്, ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. നെക്സ്റ്റ്, kക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 കൊടുക്കുന്നു. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത് നോക്കാം. കോസ് 2 ഇൻറ്റു k എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2 പൈ ബൈ 3 പ്ലസ് ഐ സൈൻ 2 ഇൻറ്റു 1 ഇൻറ്റു പൈ 2 പൈ ബൈ 3. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമാണ്. ഓക്കെ, അപ്പോൾ a പ്ലസ് ഐ ബി ഫോമുള്ള ഒരു കോംപ്ലക്സ് നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒമേഗ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത്
ഒമേഗ ദിസ് നമ്പർ ആയിരിക്കും. നമ്മൾ ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്നിന് ഇവിടെ 3 കൊടുത്താൽ 3 - 1 2 വരെ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ചെയ്യുക കേക്ക്. അപ്പോൾ k = 2 നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് cos 2 × 2 4π/3 cos 4π/3 പ്ലസ് I sin 4π/3. ഓക്കെ, നമുക്കറിയാം ഡി മോയിവേഴ്സ് ഫോർമുല പ്രകാരം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുന്ന് 2നെ നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട് സൈഡ് എടുക്കുക. അതേപോലെ ഇവിടുന്ന് 2നെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ cos 2π/3 പ്ലസ് I sin 2π/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അത് നമുക്കറിയാം ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ അറിയാം ഡി മോയിവേഴ്സ് ഫോർമുല. ഓക്കെ, അതായത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റൈസ്ഡ് നെ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം. ആ റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്തു. നമുക്കറിയാം ഇതാരാണ്? ഒമേഗയാണ്. അപ്പോൾ ഒമേഗയുടെ സ്ക്വയർ. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് 1. ഓക്കെ, അതേപോലെ ഒമേഗ ദാറ്റ് മീൻസ് ദിസ് കോംപ്ലക്സ് നമ്പർ. അതേപോലെ ഒമേഗ സ്ക്വയർ ദാറ്റ് മീൻസ് സ്ക്വയർ ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതായിരിക്കും ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് എൻഡ് ചെയ്യുന്നു. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ax² + bx + c = 0 എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന് b² - 4ac <0 ആകുമ്പോൾ ദർ ഈസ് നോ റിയൽ സൊല്യൂഷൻ. ഇനി നമ്മൾ b² - 4ac <0 ആകുമ്പോൾ നമുക്കിതിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = -b ± √4ac - b² × i/2a ആയിരിക്കും. ഇതിൻ്റെ ax² + bx + c = 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻസ്. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ഒരു നമ്പറിനെ കോംപ്ലക്സ് നമ്പർ നമ്മൾ പോസിറ്റീവ് എന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്നോ നമ്മൾ പറയാറില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ 2 + 3i ഈ കോംപ്ലക്സ് നമ്പർ പോസിറ്റീവ് കോംപ്ലക്സ് നമ്പർ എന്ന് നമ്മൾ പറയാറില്ല. അതേപോലെ 2 - 3i ഇവിടെ റിയൽ പാർട്ട് എന്താണ്? പോസിറ്റീവാണ്, ഇമാജിനറി പാർട്ട് നെഗറ്റീവാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ സാധാരണ ഒരു കോംപ്ലക്സ് നമ്പർ പോസിറ്റീവാണ് നെഗറ്റീവാണെന്ന് പറയാറില്ല. നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ -2 എന്താണ്? നെഗറ്റീവ് റിയൽ നമ്പർ ആണെന്ന് പറയും. അതേപോലെ 7 എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെന്ന് പറയും. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ പറയില്ല.